കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെയും ഓർത്തു. അതിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. തുടർന്നുള്ള നാളുകളിലും നിങ്ങൾ വിലയേറിയ പ്രാർത്ഥനയിൽ എളിയവനായ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ വിചിന്തനങ്ങൾക്ക് ആധാരമായി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. 1 ദിനവൃത്താന്തം 18-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നു: ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇവിടെ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചില രാജ്യങ്ങളെക്കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നാം അത് വ്യക്തമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇസ്രയേലിന്റെ അതിർത്തി രാജ്യങ്ങളാണ്. കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് ഇങ്ങനെയുള്ള ബോർഡറുകളിലെല്ലാം ചെന്ന് ദാവീദ് യുദ്ധം ചെയ്ത് ജയിക്കുവാനിടയായി. പക്ഷേ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ ജോഗ്രഫിക്കലായിട്ടുള്ള ചില ഏരിയകളിൽ ദാവീദ് ചെന്ന് വിജയിച്ച ഭാഗങ്ങളെ കുറിച്ചല്ല, മറിച്ച് ഇന്റലക്ച്വലായി ദാവീദ് തന്റെ ജീവിതത്തിൽ കടന്നുപോയ, ഒരുപക്ഷെ നാം ആരെങ്കിലും ഒക്കെ കടന്നു പോകാൻ സാധ്യതയുള്ള, ഒരുപക്ഷെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില മേഖലകളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ വേഗം ഇരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ദാവീദിനെ കുറിച്ച് പറയുന്നത്, അവൻ ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. അപ്പോൾ ദാവീദ് ചെന്നെത്തിയ, ഒരുപക്ഷെ താൻ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അറിയാതെയായിരിക്കാം, മറ്റൊരാൾ തന്നെ എവിടേക്ക് വലിച്ചിഴച്ചതായിരിക്കാം, ഒരുപക്ഷെ തന്റെ മാതാപിതാക്കൾ അവനെ തള്ളിവിട്ടതായ മേഖലയായിരിക്കാം. അങ്ങനെ കടന്നുപോയ ചില മേഖലകളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ അവൻ തരണം ചെയ്ത, ദൈവം അവന് കൊടുത്ത വിജയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വളരെ വേഗം ഇരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ദാവീദ് ആദ്യമായി കടന്നുപോയ മേഖല ഒന്ന്, തന്റെ സ്വത്വത്തെക്കുറിച്ച് ദാവീദിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. രൂത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. രൂത്തിന്റെയും ബോവസിന്റെയും കുടുംബത്തിൽ നിന്നാണ് താൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ അപ്പനായിരുന്ന ഇശായി തന്റെ സ്വത്വത്തെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു. ആ നിലയിൽ തനിക്ക് മോവാബിൽ നിന്നും ഒരു ബന്ധം വേണമെന്നും, അക്കാലങ്ങളിലൊക്കെ മനുഷ്യബന്ധങ്ങളൊക്കെ വളരെ ലിബറലാണ്. ഒരു ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു ജാതിയിൽ നിന്നോ മറ്റൊരു വംശത്തിൽ നിന്നോ ഒരു ഭാര്യയെ എടുക്കുന്നതിന് അവിടെ വിരോധമൊന്നുമില്ല. പക്ഷേ യഹൂദന്മാർ തങ്ങളുടെ വംശശുദ്ധി സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ അവരെ ഒരുപക്ഷെ വംശാവലിയിൽ ഉൾപ്പെടുത്തുകയില്ല. ഈ ഇശായി എന്ന് പറയുന്നത് രൂത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതുകൊണ്ടായതുകൊണ്ട് തന്നെ യഹൂദയിലെ ചില യാഥാസ്ഥികരായ യഹൂദന്മാർ ഇശായിയെ പലപ്പോഴും ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്റെ സ്വത്വത്തെ ചോദ്യം ചെയ്യുവാനിടയായി. ആ വൈഷമ്യാവസ്ഥയിൽ ഇശായി ചെയ്തത്, താൻ ആഗ്രഹിച്ചത്, ദാവീദിന്റെ അമ്മയായിരുന്ന നിത്സേവേദിൽ നിന്നും അകന്നു കഴിഞ്ഞുകൊണ്ട് കഴിയുമെങ്കിൽ രൂത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നും മോവാബിൽ നിന്നും ഒരു സ്ത്രീയെ കൂടി വിവാഹം കഴിക്കണമെന്നും അങ്ങനെ ഒരു മകൾ കൂടെ വേണമെന്നും താൻ ആഗ്രഹിക്കുവാനിടയായി. അത്തരത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അത്തരമൊരു ബന്ധത്തിന് ശ്രമിക്കുമ്പോഴാണ് ഈ ഇശായി അറിയാതെ തന്റെ കൂടാരത്തിലേക്ക് ദാവീദിന്റെ അമ്മയായ, തന്റെ യഥാർത്ഥ ഭാര്യയായ നിത്സേവേദ് കടന്നു വരികയും ആ ബന്ധത്തിൽ ദാവീദ് ഉണ്ടാകുകയും ചെയ്യുവാനിടയായി. എന്നാൽ ഈ ദാവീദിന്റെ ജനനം സമൂഹത്തിൽ ആകപ്പാടെ വലിയ കോളിളക്കം സൃഷ്ടിക്കുവാനിടയായി. ഒന്ന്, ഇശായിയും ഭാര്യയും അകന്നു കഴിയുന്നു. പൊടുന്നനവേ തന്റെ ഭാര്യയായ നിത്സേവദ് ഗർഭം ധരിക്കുന്നു. ഇത് ആരുടെ കുഞ്ഞാണ് എന്നുള്ള മട്ടിലുള്ള വലിയ കോലാഹലങ്ങൾ, പ്രത്യേകിച്ച് യഹൂദന്മാർക്കിടയിൽ, യാഥാസ്ഥിക യഹൂദന്മാർക്കിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ കോലാഹലങ്ങളും സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമായി മാറുവാനിടയായി. അതുകൊണ്ട് തന്നെ ദാവീദ് ജനിച്ചു വീണത് തന്നെ ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിലേക്കാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഭവനത്തിൽ തന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞ് അർഹിക്കുന്ന, ഏതൊരു കുഞ്ഞും അർഹിക്കുന്ന പരിലാളനകളോ, ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്ന മാത്രയിൽ തന്നെ അതിന് ലഭിക്കേണ്ടതായ സമൂഹം അതിന് കൽപ്പിച്ചിരിക്കുന്ന പരിഗണനകളോ ഒന്നും വേണ്ട വിധത്തിൽ ലഭിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കൊടിയ ഒരു ട്രോമയിലേക്ക് തന്റെ ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ, തന്റെ ഓർമ്മ ഉറയ്ക്കുമ്പോൾ മുതൽ ദാവീദിന്റെ ഓർമ്മയിലുള്ള, തന്റെ മനസ്സിലുള്ള വിചിന്തനങ്ങളൊക്കെ താൻ ബാല്യകാലത്തിൽ കൂടി കടന്നുപോയ
ഈ തീഷ്ണമായ അനുഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ പല സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും താൻ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച്. ഒരിക്കൽ ദാവീദ് പറയുന്നുണ്ട്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഒരു മനുഷ്യൻ ചിറക് ആഗ്രഹിക്കുന്നു, ഒരു പക്ഷിയെങ്കിലുമായി രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, പറന്നുപോയി രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ചിറകുകൾ ഉള്ള ഒരു പക്ഷിക്ക് തന്റെ ചിറകുകൾക്ക് എത്രമാത്രം കരുത്തുണ്ടോ അത്രയും ദൂരേക്ക് പറക്കുവാൻ കഴിയും. അപ്പോൾ മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ നിന്നും എത്രയും ദൂരേക്ക് തനിക്ക് ഓടി മാറുവാൻ കഴിയുമോ അത്തരമൊരു അവസ്ഥയിലേക്ക് ഓടി മാറുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് തന്റെ വാക്കുകൾ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഒന്നാമതായി ദൈവം അവന് നൽകിയ, യഹോവ അവന് കൊടുത്ത വിജയം എന്ന് പറയുന്നത് തന്നെ അലട്ടുന്ന മാനസികാസ്വാസ്ഥ്യങ്ങളിൽ നിന്നും, തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഏകാന്തതയുടെ തുരുത്തുകളിൽ നിന്നും. പലപ്പോഴും ദൈവം അവനെ കൂടെ ഉള്ളപ്പോൾ പോലും പിശാച് ഏകാന്ത തുരുത്തുകളിലേക്കൊക്കെ ദാവീദിനെ വലിച്ചു കൊണ്ടുപോകുന്ന നമുക്ക് കാണുവാൻ കഴിയും. പച്ചയായ പുൽപ്പുറങ്ങളിലൊക്കെ താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വസ്ഥതയുടെ വെള്ളത്തിനരികത്താണ് താൻ ഇരിക്കുന്നതെങ്കിലും, എത്ര സ്വസ്ഥതയുള്ള വെള്ളമാണെങ്കിലും, എത്ര മനോഹരമായ ഇടങ്ങളാണെങ്കിലും, ഏകാന്തത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഒരു പരിധിക്കപ്പുറം പൊരുത്തപ്പെടുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. തനിക്ക് പ്രഗത്ഭരായ സഹോദരന്മാരുണ്ട്, തനിക്ക് അറിയപ്പെടുന്ന ഒരു അപ്പനുണ്ട്. പക്ഷേ ദാവീദ് അനുഭവിച്ചിരുന്നത് കടുത്ത ഏകാന്തതയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിസരത്തായിരിക്കുന്ന, ഒരുപക്ഷെ ഈ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ആരും അറിയാതെ ഇത്തരം ഒരു മാനസികതയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നേക്കാം. എല്ലാവരും നമ്മുടെ ചുറ്റുമുണ്ട്, ബന്ധുക്കളുണ്ട്, ഒരുപക്ഷെ പ്രഗത്ഭരായ ബന്ധുക്കൾ നമുക്കുണ്ട്, നമുക്കൊരു കൂട്ടായ്മയുണ്ട്, സഭയുണ്ട്, പ്രാർത്ഥിക്കുവാൻ ആളുകളുണ്ട്. പക്ഷേ ഇവർക്കാർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത, ഇവർക്കാർക്കും വായിച്ചെടുക്കുവാൻ കഴിയാത്ത, ഇവരുടെ ഒന്നും വെളിപ്പാടിൽ കുരുങ്ങാത്ത ഒരു മാനസികതയിൽ കൂടി ഒരുപക്ഷെ നാം കടന്നു പോയേക്കാം. പക്ഷേ അങ്ങനെ കടന്നു പോകുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഏതു മാനസികതയിൽ കൂടി കടന്നു പോയാലും ദാവീദിനെ വീണ്ടെടുത്ത, ദാവീദിനെ ആശ്വസിപ്പിച്ച, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ദാവീദിനെ കൈപിടിച്ച് നടത്തിയ ഒരു ദൈവം, അവന്റെ ദൈവവും നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. അവൻ ഇന്ന് പറയുവാനുള്ളത്, നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. അത് എത്ര അതികഠിനമായ ഭാരമാണെങ്കിലും, സ്വത്വത്തെക്കുറിച്ചുള്ള ചിന്തകളാണെങ്കിലും, ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിന്റെ പേര് അടയാളപ്പെടുത്തുവാൻ കഴിയാതെ, നീ അർഹിക്കുന്ന ഇടങ്ങളിൽ പോലും അവിടെ നിന്നെ നിർത്താതെ, ശൗലിനെ പോലെ ഒരാൾ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് നിന്റെ സ്വത്വം ഇവിടെ അടയാളപ്പെടുത്തുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിലായിരിക്കാം, നിങ്ങൾ പ്രാഗൽഭ്യം തെളിയിക്കേണ്ട ഇടങ്ങളിലായിരിക്കാം, അവിടെയെല്ലാം കടന്നു വന്നുകൊണ്ട് ഒരു ശൗലിനെ പോലെ പിന്നിൽ നിന്നും പലതരത്തിലുള്ള വാക്കുകളാൽ, പലതരത്തിലുള്ള പ്രവൃത്തികളാൽ, പലതരത്തിലുള്ള ചിന്തനങ്ങളാൽ ഒരു കുന്തം കൊണ്ട് കുത്തുന്നത് പോലെ വേദനിപ്പിക്കുന്ന മേഖലകളിൽ ആരെങ്കിലും ഒരാൾ വേദന അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവം വിളിച്ചു പറയുകയാണ്, നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ് ഞാൻ. ഒരുപക്ഷെ കുറച്ചു കാലം നീ അവിടെ നിന്നും ഓടി മാറേണ്ടതായി വന്നേക്കാം. നീ കാണുന്ന വയൽ നിനക്കുള്ളതാണെന്ന് അറിയാമെങ്കിലും അവിടെ നിനക്കപ്പോൾ യാതൊരു റോളും ഇല്ലാതെ വന്നേക്കാം. പിന്നീട് ദാവീദിന് കൈവശം വന്ന വയലിൽ ദാവീദ് ഒളിച്ചിരിക്കേണ്ടതായി വന്നു. ഒരു ഭീരുവിനെ പോലെ, ഒരു തോറ്റവനെ പോലെ, ഗോലിയാത്തിനെ പോലും ഒറ്റയ്ക്ക് തോൽപ്പിച്ച ഒരുവൻ ഭയന്ന വയലിൽ ഒളിച്ചിരിക്കുകയാണ്. തന്റെ ജീവനെ പ്രതി, തന്റെ മുന്നോട്ടുള്ള ഭാവി എന്താണെന്ന് പോലും ഒരു നിശ്ചയമില്ലാതെ, തനിക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന, തന്നെ അഭിഷേകം ചെയ്തുകൊണ്ട് നിനക്കാണ് ഈ ദേശമെന്നും നിനക്കുള്ളതാണ് ഈ സകല ഇസ്രയേലിന്റെ സകല ഭൂപ്രദേശങ്ങളും പറഞ്ഞുകൊണ്ട് ദാവീദിന് കരം പതിച്ചു കൊടുത്ത ആ ഇടത്ത് പോലും തന്റെ മേലുള്ള അഭിഷേകത്തിന് അനുസൃതമായി തന്റെ ശുശ്രൂഷകൾ വ്യാപരിപ്പിക്കുവാൻ കഴിയാതെ, വയലുണ്ട് പക്ഷേ വയലിൽ പോലും നിനക്കിടമില്ലാതെ നിന്നെ മാറ്റി നിർത്തുന്ന ചില മേഖലകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. എന്നാൽ അവിടേക്കൊരു യോനാഥാനെ പോലെ തനിക്കുണ്ടായിരുന്ന സകലവും മറന്നു വെച്ചുകൊണ്ട്, തനിക്കുണ്ടായിരുന്ന സകല മഹത്വവും വേണ്ടെന്ന് വെച്ചുകൊണ്ട്, ഒരു യോനാഥനെ പോലെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു പ്രാണസ്നേഹിതൻ നമ്മോട് പറയുകയാണ്,
ദാവീദേ, ഭയപ്പെടേണ്ട കാര്യമില്ല, നീ ഇവയെ മറികടക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ നാം മറികടക്കേണ്ടതായ ചില മേഖലകളുണ്ട്. അതിലൊന്നാണ് ഈ ദാവീദ് കടന്നുപോയ ഭയത്തിന്റെ മേഖലകൾ, ദാവീദ് കടന്നുപോയ ആൻസൈറ്റിയുടെ മേഖലകൾ, ദാവീദ് കടന്നുപോയ ഒറ്റപ്പെടലിന്റെ വേദനകൾ, ദാവീദ് കടന്നുപോയ അസൂയയുടെ മേഖലകൾ, ദാവീദ് കടന്നുപോയ കുറ്റപ്പെടലിന്റെ വേദനകൾ, ദാവീദ് കടന്നുപോയ താൻ ആരാണെന്ന് പോലും മറ്റുള്ളവർ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ കഴിയാതെ തന്റെ സ്വത്വത്തെ പോലും മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർ മുമ്പിൽ ഞാൻ ഇന്നതാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കത് വേണ്ട വിധത്തിലുള്ള മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ പുറകോട്ട് മാറി നിൽക്കുന്ന, പൊതുവേദിയിൽ വരേണ്ട ഒരുവനെ പൊതുവേദിയിൽ വരാതെ പിറകോട്ട് വലിച്ചുകൊണ്ട് ദൂരവേ ഏകാന്തതയുടെ തുരുത്തുകളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ഗദരദേശത്തെ ഒരു മനുഷ്യനെ പോലെ അവനിലുള്ള കഴിവുകൾ, അവനിലുള്ള ഭീകരമായ കായികമായ അവന്റെ കഴിവ് പോലും ഒരു നല്ല കാര്യത്തിലേക്ക് അവനും അവന്റെ കുടുംബത്തിനും ഉപയുക്തമാകുന്ന ഒരു വിധത്തിലേക്ക് ഉപയോഗിക്കുവാൻ കഴിയാതെ ആ കഴിവ് മുഴുവനും ഒരു ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ഒറ്റപ്പെടലിന്റെ തുരുത്തുകളിൽ ചിലരെ പിശാച് തളച്ചിട്ടിരിക്കുക. പ്രത്യേകിച്ച് ചില യുവതലമുറകളെ, ഇവർക്ക് മറ്റാർക്കും ഇല്ലാത്ത കഴിവുകളുണ്ട്, ഇവർക്ക് മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത പലതും ചെയ്തെടുക്കുവാൻ കഴിയും, പക്ഷേ ഇവരെ ചില ചെറിയ ചങ്ങലകളിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരുവൻ അവിടേക്ക് കടന്നു ചെന്നിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരുവൻ അവനോട് സംസാരിച്ചിരുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാ നിറവുള്ള ഏതെങ്കിലും ഒരുവൻ ഇവൻ കണ്ടുപിട്ടിയിരുന്നുവെങ്കിൽ ഈ ചങ്ങലകൾ അഴിച്ചു മാറ്റുവാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടേക്ക് ചെല്ലാതെ ആരെങ്കിലും അവിടേക്ക് കടന്നു ചെല്ലുവാൻ ശ്രമിച്ചാൽ അവിടെ ഓളങ്ങളും തിരമാലകളുമായി കടന്നു ചെല്ലുവാൻ കഴിയുന്നവരുടെ പോലും ജീവന് ഭീഷണിയാകുമാറ് ഒരിക്കലും ഒരുവൻ അവിടേക്ക് കടന്നു വരരുതെന്നും ഒരിക്കലും ഈ ബന്ധനം അഴിയരുതെന്നും ഒരിക്കലും ഈ ചങ്ങലകൾ അഴിച്ചു മാറ്റരുതെന്നും പറഞ്ഞുകൊണ്ട് കാലങ്ങളായി പിശാചി ബന്ധിച്ചിരുന്ന ചില മേഖലകളിലേക്ക് ദൈവം ഈ പ്രസംഗം കേൾക്കുന്ന ചിലരെ അയക്കാൻ പോവുകയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവം കാണുന്നത് കേവലം ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോകുവാനല്ല, മറിച്ച് ഒരിക്കലും ആരും കടന്നു ചെല്ലുകയില്ല എന്ന പിശാച് മുദ്ര വെച്ചിരിക്കുന്ന, ഒരിക്കലും തുറക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് തഴുതിട്ടിരിക്കുന്ന ചില മേഖലകളിൽ കടന്നു ചെന്നുകൊണ്ട് ഒരിക്കലും പുറത്തു വരികയില്ലെന്ന് സ്വയം വിശ്വസിച്ചിരിക്കുന്ന, ഏകാന്തതയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന, മനോവേദയിലായിരിക്കുന്ന ചിലരെ ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി ഒരുപക്ഷെ മുന്നോട്ടുള്ള യാത്രകൾ ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് തന്നെ അതിർത്തി വെച്ചിരിക്കുന്ന, ആ അതിർത്തിക്കുള്ളിൽ തന്നെ കിടന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ കഴിയുന്ന ചിലരുടെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ചങ്ങലകൾ അഴിച്ചുകൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരുന്ന ചില ശുശ്രൂഷകളാണ് പുതിയ കാലത്തിന്റെ ശുശ്രൂഷകൾ. അതിൽ അങ്ങനെ ചിലരെ ദൈവാത്മാവ് ഈ പ്രസംഗം കേൾക്കുന്നവരിൽ കാണുന്നുണ്ട്. കാരണം ഇവർ ഈ കടന്നു ചെല്ലുന്നവൻ, ഗദരദേശത്തേക്ക് കടന്നു ചെല്ലുന്നവൻ ഇതേ അവസ്ഥയിൽ കൂടി കടന്നുപോയവനാണ്. ചെറുപ്പത്തിൽ തന്നെ തനിക്ക് കടന്നു പോകേണ്ടതായ അതേ വ്യത ദാവീദ് കടന്നുപോയ അതേ അവസ്ഥയിൽ കൂടി താനും കടന്നുപോയതാണ്. പലപ്പോഴും തന്റെ സഹോദരനായ യാക്കോബ് പോലും ചോദിച്ചിട്ടുണ്ട്. തന്റെ മരണശേഷമാണ് യാക്കോബ് തന്റെ സഹോദരനായ യാക്കോബ് തന്റെ ശിഷ്യനാകുന്നത്. യാക്കോബ് പോലും ഒരുപക്ഷെ അവനോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊരപ്പനുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ നിന്റെ അപ്പൻ ആരാണ്, ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കഴിയുമോ? അവരുടെ മുമ്പിലൊന്നും പറഞ്ഞു കൊടുക്കുവാൻ ഉത്തരമില്ലാതെ ചഞ്ചലിച്ച് നിന്ന അവന് അറിയാമായിരുന്നു ഒരു ചുരുങ്ങിയ കാലയളവ്, ഒരു 12-ാം വയസ്സിൽ പോലും ദേവാലയത്തിലെ റാബിമാരോടും സദൂക്യരോടും ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ജ്ഞാനികളോടും തർക്കിച്ച് അവരോട് പോലും വിജയിക്കുവാൻ തക്കതായ ജ്ഞാനമുള്ള, പരിശുദ്ധാത്മ നിറവുള്ള ഒരുവൻ 13-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ ഏകദേശം 17 വർഷത്തോളം ആരാലും അറിയപ്പെടാതെ ഏകാന്തതയുടെ, മനോവ്യതയുടെ, തന്റെ കഴിവിനനുസരിച്ച് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരിടത്തേക്ക് യഹോവയായ അവന്റെ പിതാവ് അവനെ ഒതുക്കി മാറ്റി നിർത്തിയെങ്കിൽ ഒരു സമയം എല്ലാവർക്കും ദൈവം വെച്ചിട്ടുണ്ട് കഷ്ടതയുടെ, ഏകാന്തതയുടെ, ഒരുപക്ഷെ നിരാശയുടെ, ഒറ്റപ്പെടലിന്റെ, നമ്മളിൽ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് നിറവനുസരിച്ച് പോലും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു അതിർത്തി ദൈവം വെച്ചിട്ടുണ്ട്, അതിനൊരു സമയപരിധി ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയപരിധി കഴിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനാരും കൈപിടിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. പൊടുന്നനെ യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ശബത്തിൽ പള്ളിയിൽ കടന്നു വന്നു. ഇത് തിരുവെഴുത്ത് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ആ തിരുവെഴുത്ത് കൊണ്ടുവന്ന് താൻ വായിച്ചതിന് ശേഷം പറയുകയാണ്, ഇന്ന് നിങ്ങൾ കേൾക്കയിൽ
ഈ വായിച്ച തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വാക്കിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും എന്ത് നീ പറയുന്നുവോ ആ സമയം തന്നെ ചില കെട്ടുകൾ അഴിഞ്ഞു മാറി, ചിലരുടെ മേൽ ഇല്ലാത്ത ആത്മാവ് കടന്നു വന്നുകൊണ്ട് ചിലരുടെ വേദനകൾ മാറി, ചിലരുടെ മുറിവുകൾക്ക് ലേപനമാകുന്ന വിധത്തിൽ നിങ്ങളുടെ വാക്കുകളെ മാറ്റിയെടുക്കുവാൻ, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മുൻകാല കാലയളവിൽ, ചില ചുരുങ്ങിയ കാലങ്ങളിൽ ആരും കടന്നു പോകാത്ത വേദനയിൽ കൂടി, ആരും കടന്നു പോയിട്ടില്ലാത്ത രോഗത്തിൽ കൂടി, ആരും കടന്നു പോയിട്ടില്ലാത്ത ഒറ്റപ്പെടലിൽ കൂടിയൊക്കെ നാം കടന്നു പോകേണ്ടതായി വന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ഈ ഒറ്റപ്പെടലിന്റെ ശേഷം ഒരു ജയം ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ തോറ്റുപോകുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, പിന്മാറിപ്പോകുവാൻ വേണ്ടിയല്ല, ഇടയ്ക്ക് എവിടെ വെച്ചെങ്കിലും നിന്നുകൊണ്ട് ഇനിയും മുന്നോട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാൻ വേണ്ടിയല്ല. ദാവീദിനെ പോലെ യോർദാൻ കടന്ന് ഓടിപ്പോകുന്ന ഒരു ദാവീദ് താൻ വിളിച്ചു പറയുകയാണ്, നീ തിരുനിവാസവും ദൈവത്തിന്റെ പെട്ടകവും മടക്കിക്കൊണ്ടു പോകുക. ഒരുപക്ഷെ ദൈവത്തിന് ഹിതമാകുന്നുവെങ്കിൽ യഹോവ എന്നെ അതിന്റെ അടുക്കലേക്ക് മടക്കി വരുത്തും. പലതിനോട് നാമും ഇങ്ങനെയാണ് വിട പറഞ്ഞത്. ഒരുപക്ഷെ ദൈവം ഇതെനിക്ക് വെച്ചിട്ടുള്ളതല്ലായിരിക്കും, ഒരുപക്ഷെ ഈ ഏറിയ ദൈവം എനിക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടി വെച്ചിട്ടുള്ളതല്ലായിരിക്കും, ഈ മേഖലയിലായിരിക്കുകയില്ല ഒരുപക്ഷെ ഞാൻ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പിശാച് നമ്മെ ഓടിച്ചു കളഞ്ഞ മേഖലകൾ. എവിടെ നിന്നാണ് ശത്രു കടന്നു വന്നത്? സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ അബ്ശാലോമിൽ കൂടി പിശാച് കടന്നു വരികയും സ്വന്തം വീട്ടിൽ നിന്ന് പോലും നിൽക്കുവാൻ കഴിയാതെ ഓടിപ്പോകേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് ദാവീദ് കടന്നു വന്നു. പക്ഷേ ദൈവത്തിന്റെ ഹിതം എന്തായിരുന്നു? ദാവീദ് തിരിച്ചു വരണമെന്ന്. അങ്ങനെയെങ്കിൽ ഏത് മേഖലയിൽ നിന്നും നിങ്ങൾ ഓടിയോ, ഏതിടത്തിൽ നിന്നും നിങ്ങൾ മാറ്റപ്പെട്ടുവോ, അവിടേക്ക് തന്നെ നിങ്ങളെ മടക്കി അയക്കുന്ന, എവിടെ നീ തോറ്റോടി എന്ന് പിശാച് പറഞ്ഞുവോ, എവിടെ ഒരിക്കലും നീ ഇവിടേക്ക് കടന്നു വരുവാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് വാതിലുകൾ കൊട്ടിയടച്ചുവോ, ആ വാതിലുകൾ നിന്റെ മുമ്പിൽ മലർക്കെ തുറന്നിട്ടുകൊണ്ട് നീ തോറ്റോടിയവനല്ല, മറിച്ച് വിജയിച്ച് തിരിച്ചു വരുന്നവനാണെന്ന് ദൈവം പറയിപ്പിക്കുന്ന നാളുകളുണ്ട്. ദാവീദിന് അങ്ങനെ പറയുവാനുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ കൂടിയാണ് ദാവീദ് കടന്നുപോയത്. ദാവീദ് ഒറ്റപ്പെടൽ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വലിയൊരു ശത്രു തന്റെ മുമ്പിൽ കടന്നു വരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത്, ഒരിക്കലും താൻ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് താൻ കടന്നു ചെല്ലുമ്പോൾ പൊടുന്നനവേ ഒരു അവസ്ഥയിൽ സാഹചര്യം തന്നെ കൊണ്ടെത്തിക്കുന്നു. ഒരു വലിയ, അതുവരെ കാണാത്ത വിധ വലുപ്പത്തിലുള്ള ഒരു ഗോലിയാത്ത് തന്റെ മുമ്പിൽ കടന്നു വരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനല്ലേ? പലപ്പോഴും നാമും ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഞാൻ ആകാൻ പോകുന്ന, ഞാൻ എത്തിപ്പെടാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് എനിക്കൊരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ, ഒരു സൂചന ദൈവം തന്നിരുന്നുവെങ്കിൽ, ഇതിന് തക്കതായ എന്തെങ്കിലും ഞാൻ കയ്യിൽ കരുതുമായിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ മാനസികമായി പൊരുത്തപ്പെടുമായിരുന്നു. പക്ഷേ പൊടുന്നനവെയാണ് ഗോലിയാത്ത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മെ കടത്തിവിടുവാനുള്ള കാരണം? നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഒന്നും തന്നെ ദൈവത്തിന് ആവശ്യമില്ല, നമ്മുടെ മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ ദൈവത്തിന് ആവശ്യമില്ല, നമ്മുടെ ഒരു എക്യുപ്മെന്റും നമ്മുടെ കയ്യിലുള്ള ഒരു ടൂളും ദൈവത്തിന് ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്നത് ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മുടെ പൊക്കണത്തിൽ നാം അറിയാതെ അവൻ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. കാലങ്ങളെ നാം രൂപപ്പെടുത്തിയെടുത്ത, രൂപ വ്യത്യാസം വരുത്തി നമ്മുടെ കൈക്ക് ഇണങ്ങിയ ചിലത് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുമ്പിൽ പതിയിരിക്കുന്ന, ക്കുവാൻ കഴിയാത്ത ഒരു കരടിയെ പോലെ, നിന്നെ വലിച്ചു കീറുവാൻ ശ്രമിക്കുന്ന ഒരു സിംഹത്തെ പോലെ പൊടുന്നനവെ പ്രത്യക്ഷപ്പെടുന്ന ഏത് പോരാട്ടത്തിന് മുമ്പിലും, ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും, എത്ര വലിയ അപകടത്തിന് മുമ്പിലും നിന്നെ ഇതുവരെ സംരക്ഷിച്ച ഒരുവൻ പറയുന്നു, ഇനിയും ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്തെന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയെ കുറിച്ച് ഒരിക്കലും വ്യസനപ്പെടേണ്ട കാര്യമില്ല, ഒരിക്കലും ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്ത് വേണമെന്നുള്ളത്, നിനക്ക് വേണ്ടുന്നത് നിന്റെ പൊക്കണത്തിൽ നീ അറിയാതെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടുന്നത് നീ അറിയാതെ തന്നെ നിന്റെ കയ്യിൽ, നിനക്ക് വേണ്ടുന്ന ആയുധങ്ങൾ നീ അറിയാതെ തന്നെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ആയുധങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് നാം നടക്കുന്നത് കൊണ്ടാണ് ഗോലിയാത്തിന് മുമ്പിലൊക്കെ നാം പരിഹസിക്കപ്പെടുന്നത്. ദാവീദ് കടന്നുപോയ മറ്റൊരു മേഖലയായിരുന്നു പരിഹാസം, നിരന്തരമായുള്ള പരിഹാസം. താൻ ആദ്യം ചെല്ലുമ്പോൾ, ശൗലിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, ശൗല് തന്നെ തന്റെ കണ്ണുകൊണ്ട് അളന്നുകൊണ്ട് പറയുകയാണ്, നീ കേവലം ബാലനാണ്,
നീ അവനെ നോക്ക്, അവന്റെ തോളപ്പം പോലും നിനക്ക് വലിപ്പമില്ല. അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. അവന്റെ കയ്യിലുള്ള ആയുധങ്ങൾ നോക്കൂ. ആടുകളെ മേയിച്ചു നടന്ന, അല്പപ്രാണികളായ, യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും സാധ്യതയില്ലാത്ത ചില ആടുകളെ മേയിച്ചു നടന്ന, ആക്രമണങ്ങൾ കണ്ടാൽ ഓടി ഒളിക്കുന്ന ആടുകളെ മേയിച്ചു നടന്ന കൂടാരവാസിയായ സാധുശീലനായ നിനക്കൊരിക്കലും ഇങ്ങനെ ഒരു വലിയ മല്ലന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഗോല്യാത്ത് ഇവനെ കാണുമ്പോൾ പറയുന്നുണ്ട്, അവൻ പവിഴ നിറമുള്ളവനും കോമളനും തീരെ ചെറിയ ബാലനും ആയതുകൊണ്ട് തന്നെ അവനെ നിന്ദിക്കുന്നു. നാം പലപ്പോഴും ജീവിതത്തിന്റെ മേഖലകളിൽ മറ്റുള്ളവരുടെ അളവുകോലുകൾ കൊണ്ട്, മറ്റുള്ളവരുടെ കയ്യിലുള്ള സ്കെയിലുകൾ കൊണ്ട് നമ്മെ അളക്കുമ്പോൾ നമുക്ക് തന്നെ നാം തോന്നിയേക്കാം, ഞാൻ പറഞ്ഞതുപോലെ അത്ര വലിയവനൊന്നുമല്ല, ഇവരുടെ മുമ്പിൽ നിൽക്കത്തക്കതായ പ്രാപ്തിയൊന്നും എനിക്കില്ല. പക്ഷേ ഗോല്യാത്തിന്റെ കയ്യിൽ ഇല്ലാത്തതും ശൗലിന് കൈമോശം വന്നതുമായ ഒന്ന് ദാവീദിന്റെ മേലുണ്ട്. എന്താണ്? യഹോവയുടെ നാമം, യഹോവയുടെ അഭിഷേകം ദാവീദിന്റെ മേൽ ഉള്ളത് കൊണ്ട് തന്നെ ശൗലിന് ഒരിക്കലും ഉണ്ടായിരുന്നു, എവിടെയോ കൈമോശം വന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പൊടുന്നരവേ പ്രത്യക്ഷപ്പെടുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു തിരമാല പോലെ കയറി വരുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്തേക്ക് ഒരു മല്ലനെ പോലെ കയറി വന്നുകൊണ്ട് നിങ്ങളെ പിടിച്ച് നിർത്തുന്ന, നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന പിശാചിന്റെ മുമ്പിൽ ദൈവം നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം പകർന്നിട്ടുണ്ട്. ആ അഭിഷേകം പലരും വേണ്ട എന്ന് പറഞ്ഞതാണ്, പലർക്കും കൊടുത്തിട്ടും അവർക്ക് കൈമോശം വന്നതാണ്, പലർക്കും ദൈവം കൊടുത്തിട്ടും തിരിച്ചെടുത്തതാണ്. പക്ഷേ നിങ്ങളിൽ നിന്നും തിരിച്ചെടുക്കാതെ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യം പോലെ ദൈവം ഇപ്പോഴും നിന്റെ മേൽ പകർന്നിരിക്കുന്നത്? പലപ്പോഴും വീഴ്ചകൾ വന്നിട്ടും ദാവീദിനെ പോലെ വീണുപോയിട്ടും ഇടറിപ്പോയിട്ടും ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ അഭിഷേകം ഇരിക്കുന്നത്? ദാവീദിനിടയ്ക്ക് ഭയമുണ്ടായിരുന്നു. തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന, തന്റെ സംരക്ഷണ കവചമായ, താൻ പോകുന്ന ഇടങ്ങളിലെല്ലാം തന്റെ മേൽ ഉള്ള ഒരു നിഴൽ പോലെ, ഒരു കൈ പോലെയുള്ള ഈ നിഴൽ ഒരുപക്ഷെ തന്നെ വിട്ടുപോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ദാവീദ് പറയുകയാണ്, നിന്റെ ആത്മാവിനെ തിരികെ എടുക്കരുത്. ജീവകാലം മുഴുവനും താൻ ചെയ്തു പോയ ഒരു തെറ്റിന്റെ മേൽ, ജീവകാലം മുഴുവനും അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച ഒരു മനുഷ്യന്റെ പേരാണ് ദാവീദ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറ്റിപ്പോയ പല തെറ്റുകളെ കുറിച്ചും ദൈവം ഒന്നുകിൽ കണ്ണടച്ചു, ദൈവം കണ്ടില്ലെന്ന് നടിച്ചു, നാം ഇടറിയതൊക്കെ അറിയാതെയാണെന്ന് ദൈവം കരുതിക്കൊണ്ട് ദൈവം ഇപ്പോഴും നമ്മോട് കൂടെ ഒരു സംരക്ഷകനായി തന്റെ നിഴലിൽ നമ്മെ മറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവം ഇന്ന് ഒരിക്കൽ കൂടി ആണയിട്ടുകൊണ്ട് പറയുകയാണ്, നീ മരിക്കുന്നത് വരെ നിന്നോട് കൂടെ ഈ കരുണയുണ്ടായിരിക്കും. എന്റെ വാക്ക് കേട്ടുകൊണ്ട് നീ മുന്നോട്ട് നീങ്ങിയാൽ, ശുശ്രൂഷയുടെ മേഖലകളിൽ നിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ എന്ത് പറയുന്നുവോ അത് മാത്രം അനുസരിച്ചുകൊണ്ട്, നിന്നെ പരിഹസിക്കുന്ന ഗോല്യാത്തിന് ചെവി കൊടുക്കാതെ, ഒരുപക്ഷെ നിന്നെ കൊച്ചാക്കി കാണുന്ന ശൗലിന് ചെവി കൊടുക്കാതെ, ഒരുപക്ഷെ നിന്നെ അസൂയോട് കാണുന്ന നിന്റെ സഹോദരന്മാർക്ക് മുന്നിൽ തലകുനിക്കാതെ, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ വേണ്ടി നീ മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട് ഈ താഴ്വരയിൽ എനിക്ക് വേണ്ടി നീ എന്റെ നാമം ഉയർത്തി നിൽക്കുമെങ്കിൽ നിന്റെ മുമ്പിൽ ജീവകാലത്ത് ഒരിക്കലും ഒരു ഗോലിയാത്തിനും നിൽക്കുവാൻ കഴിയുകയില്ല. ഏത് വലിയ പിശാച് നിനക്കെതിരെ കടന്നു വന്നാലും, കരടിയെ പോലെ നിന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് നിന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഏത് വലിയ പിശാച് കടന്നു വന്നാലും, സിംഹത്തെ പോലെ നേരിട്ട് എതിർത്തുകൊണ്ട് നിന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി ആര് ചീറിയെടുത്താലും, ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലുകേലെ അടിക്കുമ്പോൾ ഒരു ദുർഗം പോലെ നിനക്ക് കാവലായി നിൽക്കുന്ന യഹോവ ഇന്ന് വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ സംരക്ഷിക്കും. ശുശ്രൂഷയുടെ മേഖലയിൽ പലപ്പോഴും അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാലം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ശുശ്രൂഷയുടെ മേഖലകളിലേക്കെല്ലാം ഒരു സിംഹത്തെ പോലെ ചീറിയെടുക്കുന്നു, ഒരു കരടിയെ പോലെ മറഞ്ഞു നിന്നുകൊണ്ട്, സംരക്ഷകനാണെന്ന വ്യാജേന മറഞ്ഞു നിന്നുകൊണ്ട് ഒരു ആലിംഗനത്താൽ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഭരണകൂടത്തിന്റെ കരാളഹസ്തങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, എന്റെ നാമം മഹത്വപ്പെടുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചുവെങ്കിൽ ഏതു വലിയ എതിർപ്പ് സുവിശേഷത്തിനെതിരെ കടന്നു വന്നാലും, രാജ്യത്തിന്റെ നിയമങ്ങൾ അതിനെതിരായി വന്നാലും, എന്ത് തന്നെ കടന്നു വന്നാലും, ദൈവവേല എവിടെയെല്ലാം വ്യാപരിക്കണമോ, ദൈവരാജ്യം എവിടെയെല്ലാം കടന്നു വരണമോ അവിടെ കടന്നു വരിക തന്നെ ചെയ്യും. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി ദൈവം അവിടെ തുറക്കും. എല്ലാ വഴികളും അടഞ്ഞാലും ഒരിക്കലും തുറക്കുവാൻ കഴിയാത്ത കാരാഗ്രഹത്തിന്റെ വാതിലുകൾ പോലും തുറന്നുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും പുറത്തു കൊണ്ടുവന്ന പത്രോസ് കടന്നു വരുമ്പോൾ താൻ അറിയാതെ തന്റെ മുമ്പിൽ വാതിലുകൾ തുറന്നു കൊടുത്ത പരിശുദ്ധാത്മാവ് പറയുന്നു,
മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കുറിച്ച് ഓർത്ത് നീ ഭയപ്പെടേണ്ട. നിന്റെ ശുശ്രൂഷയുടെ പുതിയ മേഖലകളിലേക്കുള്ള വാതിൽ ദൈവം തുറക്കുവാൻ പോവുകയാണ്. നീ ഒരുങ്ങിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, തക്ക സമയത്ത് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ദാവീദിനെ കീഴടക്കുവാൻ ശ്രമിച്ച ഇങ്ങനെയുള്ള ആങ്സൈറ്റിയുടെ, ചിന്തകളുടെ ആ മേഖലകളിൽ ഒരു വിജയം, പൂർണ്ണ വിജയം ദൈവം നമുക്ക് തരും. ഏതെങ്കിലും ഒരാൾ, എന്നെ കേൾക്കുന്ന ഒരാൾ, ഏതെങ്കിലും ഒരാൾ ഈ ഒറ്റപ്പെടലിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ള വേദനയിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ, മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് എന്തായി തീരുമെന്നുള്ള ചിന്തകളിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അബ്രഹാമിന്റെയും യാക്കോബിന്റെയും ഇസഹാക്കിന്റെയും ദൈവം ദാവീദിന്റെ താക്കോലുള്ളവൻ വിളിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ ഒരു താക്കോൽ അവൻ തുറന്നു വെച്ചിരിക്കുന്നു. അവൻ തുറന്നിരിക്കുന്ന വാതിൽ ഈ ലോകത്തിന്റെ ഏത് ശക്തികൾ നോക്കിയാലും അടച്ചു കളവാൻ കഴിയുകയില്ല. ആരുമായിക്കൊള്ളട്ടെ, ശൗലായിക്കൊള്ളട്ടെ, സഹോദരങ്ങളായിക്കൊള്ളട്ടെ, ഗോല്യാത്തായിക്കൊള്ളട്ടെ, ഏത് ശക്തി നോക്കിയാലും ദാവീദിന്റെ മുമ്പിൽ ദാവീദിന്റെ താക്കോലുള്ളവൻ ദാവീദിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന വാതിൽ അടച്ചു കളയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ദാവീദ് കടന്നുപോയ മേഖലകൾ, ദാവീദ് ജയം പ്രാപിച്ച മേഖലകൾ, ഒന്ന് ഒറ്റപ്പെടലിന്റെ മേഖലകൾ, ആൻസൈറ്റിയുടെ ഇടങ്ങൾ, തന്റെ സ്വത്വത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, പിന്നീട് താൻ ഭരണത്തിലായിരിക്കുമ്പോൾ പോലും തനിക്ക് അധികാരമുണ്ട്, പക്ഷേ ആ അധികാരം അനുസരിച്ച് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ അനുസരിച്ച് കൊണ്ട് തന്റെ ഔദ്യോഗിക മേഖലകളിൽ വ്യാപരിക്കുവാൻ അനുവദിക്കാത്ത ഒരു പോര്, ഉള്ളറകളിൽ തന്നെ തന്നോട് പൊരുതിക്കൊണ്ട് തന്നെ എന്താണോ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ട്, തനിക്കതിനുള്ള അവകാശമുണ്ട്, പക്ഷേ നിനക്കിതിനുള്ള അവകാശമില്ലെന്നുള്ള മട്ടിൽ താനായിരിക്കുന്ന ഇടത്ത് പൊടുന്നനവെ എഴുന്നേൽക്കുന്ന ചില ശക്തികൾ. കുറെ കാലം ദാവീദിനെ ഔദ്യോഗിക ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമല്ല, ഒരു നായെ പോലെ ഓടിച്ചു കളഞ്ഞുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ എനിക്ക് രക്ഷയില്ല, ഒരുപക്ഷെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ജീവന് പോലും ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഔദ്യോഗിക മേഖലകളിൽ നിന്നും വ്യാപരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരിക്കെ അവിടെ നിന്ന് പോലും റിസൈൻ ചെയ്തുകൊണ്ട് ഓടി ഒളിക്കുവാൻ വേണ്ടി നിന്നെ പ്രേരിപ്പിക്കുന്ന ചില ദുരാത്മാക്കൾ. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട ശൗലിന്റെ ആലോചന എന്തായിരുന്നു അറിയാമോ? ഏത് മേഖലയിൽ നീ ശോഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ, ദൈവം കൽപ്പിച്ചുവോ, ദൈവം നിനക്ക് വേണ്ടി ഏതിടങ്ങൾ ഒരുക്കി വെച്ചുവോ ആ ഇടങ്ങളിൽ നീ നിൽക്കരുത്. ആ ഇടങ്ങളിൽ നീ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവിടെയുള്ള പോരാട്ടങ്ങളും പ്രതിസന്ധികളും നിമിത്തം അവിടെ നിന്നും ഓടി മാറണമെന്നും, എനിക്ക് ഇവിടെ അല്ല പറഞ്ഞിട്ടുള്ളത്, എനിക്ക് രക്ഷയ്ക്ക് വേണ്ടി ഞാൻ മറ്റിടങ്ങളിലേക്ക് ഓടിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കാട്ടാടുകളുടെ അടുത്തേക്ക്, ദുർഗങ്ങളിലേക്ക് ഓടിപ്പോയ ഒരു ദാവീദിനെ പോലെ നീ പിടിച്ചു നിൽക്കേണ്ട ഇടത്ത്, നീ പൊരുതി നിൽക്കേണ്ട ഇടത്ത് പൊരുതുവാൻ കഴിയാതെ പിന്നോട്ട് നിന്നെ വലിക്കുന്ന ചില ഭയത്തിന്റെ മേഖലകളിൽ ദൈവാത്മാവ് വിജയം നൽകുവാൻ പോവുകയാണ്. ദാവീദിന് ദൈവം കൊടുത്ത മറ്റൊരു വിജയം ഭയത്തിന്റെ മേലുള്ള വിജയമായിരുന്നു. ഒരു കാലത്ത് ദാവീദ് വളരെയധികം ഭയപ്പെട്ടവനായിരുന്നു. ദാവീദ് തന്നെ സ്വയം പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും പോകാൻ പാടില്ലാത്ത ഫെലിസ്ത്യ ദേശത്തേക്ക് പോലും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഓടിപ്പോകുന്നു. എന്നാൽ ആ ഭയത്തിന്റെ അങ്ങനെ ഓടിപ്പോയ ഒരു ദാവീദിനെയാണ് പിന്നീട് ദൈവം തിരികെ കൊണ്ടുവരുന്നത്. പിന്നീട് ഒരിക്കലും തിരികെ കൊണ്ടുവന്ന ദാവീദിനെ ഭയം എന്ന് പറയുന്ന ഒരു അന്ധകാരം പിന്നീട് ഒരിക്കലും വ്യാപിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഭയങ്ങളുടെ മേൽ ഒരു വിജയം ദൈവം നൽകുവാൻ പോവുകയാണ്. പലയിടങ്ങളിലും ചെല്ലുമ്പോൾ എന്തായി തീരുമെന്നുള്ള ആശങ്കകളാൽ, ഒരുപക്ഷെ ഇവിടെ ഞാൻ ശോഭിക്കുമോ, ഇവിടെ എനിക്ക് ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തെടുക്കുവാൻ കഴിയുമോ എന്നുള്ള ആകുലതകളാൽ ചെറിയ ഭയം നിന്റെ ഉള്ളിൽ കടത്തിവിട്ടുകൊണ്ട് അത് വലിയ ഭയത്തിലേക്ക് മാറ്റിക്കൊണ്ട് നീ ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകളിൽ നിന്ന് നിന്നെ പുറകോട്ട് വലിക്കുന്ന, ചെയ്തെടുക്കേണ്ട കാര്യങ്ങളിൽ നിന്നും അത് പൂർണ്ണമായി പ്രാഗൽഭ്യത്തോടുകൂടി ചെയ്യുവാൻ കഴിയാതെ നിന്നെ ഭയം നിന്റെ ഉള്ളിൽ നിറച്ചുകൊണ്ട് നിന്നെ വ്യാകുലപ്പെടുത്തുന്ന ആത്മാവിന്റെ മേൽ ദൈവം ഇന്ന് പകൽ ജയം നൽകുവാൻ പോവുകയാണ്. ദാവീദ് വിജയം പ്രാപിച്ച മറ്റൊരു മേഖലയാണ് ഭയത്തിന്റെ മേൽ താൻ വിജയം പ്രാപിപ്പാനിടയായി. ഏകാന്തതയുടെയും ഭയത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും മേഖലയിൽ നിന്നെല്ലാം വിജയം പ്രാപിച്ചുകൊണ്ട് ദാവീദ് ഇങ്ങോട്ട് വരികയാണ്. ഉടൻ തന്നെ ഒരു ദിവസം സിക്ലാഗിൽ വെച്ച് യുദ്ധത്തിന് പോയി പരാക്രമമൊക്കെ കാണിച്ചു വെക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിന്നും മടക്കി അയക്കുന്നു. മടങ്ങി വരുമ്പോൾ താൻ കാണുന്നത് തന്റെ ഭാര്യയെയും മക്കളെയും വീട്ടിലുള്ളവരെയും ഒന്നും കാണുന്നില്ല. കുടുംബാന്തരീക്ഷത്തിന്മേൽ അരക്ഷിതാവസ്ഥത്തിന്റെ അവസ്ഥകൾ കടത്തിവിട്ടുകൊണ്ട് പിശാചിനറിയാം
മറ്റെന്തിനെ തൊട്ടെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ദാവീദ് പിടിച്ചു നിൽക്കും, ദാവീദ് മുന്നോട്ട് നീങ്ങും. പക്ഷെ സ്വന്തം കുടുംബാംഗങ്ങളുടെ മേൽ കൈഭാരമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുകയില്ല. അത്തരം ഒരു അവസ്ഥയിൽ കൂടി കടത്തിവിട്ടുകൊണ്ട് ദാവീദിനെ ദൈവം പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുത്തു. പക്ഷേ അവിടെയും ദാവീദ് തോറ്റ് പിന്മാറിയില്ല. ദാവീദിനെ കുറിച്ച് പിന്നീട് എഴുതിയിരിക്കുന്നത് തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ദാവീദ് ഉദ്ധരിച്ചു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടത്തിന്റെ കണക്കുകളിൽ കൂടി കടത്തിവിട്ടു പിശാച്. പലപ്പോഴും രോഗമെന്ന രീതിയിൽ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ എന്ന രീതിയിൽ ധനനഷ്ടം വരുത്തിക്കൊണ്ട് ഭവനത്തിന്റെ ഉള്ളറകളിൽ ഒരു കൊള്ളക്കാരൻ കൊള്ളയടിക്കുന്നത് പോലെ പിശാച് കയറി സകലതും വാരിയെടുത്തു കൊണ്ടുപോയി. എന്നാൽ ദാവീദ് ചെയ്തത് തോറ്റ് പിന്മാറിയില്ല. ആ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ദൈവം പറഞ്ഞു, നീ പിന്തുടരുക, നിശ്ചയമായി നീ അവരെ എത്തിപ്പിടിക്കും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ കണക്കുകളിൽ നോക്കിക്കൊണ്ട് അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കാം, ഇനിയും അത് നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ആശങ്കപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയില്ല. ആ പരീക്ഷയെ പിന്തുടരുക, നീ അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ദാവീദ് വിജയിച്ചത് നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുന്ന ഇടങ്ങളിലേക്ക് ദാവീദ് ഇറങ്ങിച്ചെന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പിശാച് കവർന്നുകൊണ്ടുപോയ, പിശാച് ഇല്ലാതാക്കി കളഞ്ഞ കുടുംബ സന്തോഷം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, കുടുംബാംഗങ്ങളുടെ ആരോഗ്യം, കുടുംബത്തിനുള്ള സാമ്പത്തിക ഭദ്രത, ഇവയെല്ലാം ദാവീദ് തിരിച്ചു പിടിക്കുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് ജയം നൽകുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് കുടുംബാന്തരീക്ഷം, ആരോഗ്യകരമായ കുടുംബാന്തരീക്ഷം, കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത. ഇവയൊക്കെ പിശാച് പലപ്പോഴും പല വിധത്തിലും നോട്ടമിട്ടുകൊണ്ട് പലവിധത്തിലും പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, ഇവയുടെ മേൽ ഞാൻ നിനക്കൊരു വിജയം നൽകുവാൻ പോവുകയാണ്. പറയുവാൻ ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാം വായിച്ച കുറുവാക്യം ഇങ്ങനെയാണ്, ദാവീദ് ചെയ്യുന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. അങ്ങനെ ഞങ്ങൾ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ പ്രവൃത്തികളിലെല്ലാം, നാം തൊടുന്ന ഇടങ്ങളിലെല്ലാം, നമ്മുടെ ശുശ്രൂഷയുടെ മേഖലകളിൽ, നമ്മുടെ ഔദ്യോഗിക മേഖലകളിൽ, നമ്മുടെ കുടുംബജീവിതത്തിന്റെ മേഖലകളിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ മേഖലകളിലെല്ലാം തൊടുന്നിടത്തെല്ലാം ദൈവം ഒരു വിജയം നൽകുവാൻ പോവുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ജോൺ പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ച് കുര്യൻ പാസ്റ്റർ ആശീർവാദം പറയുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധാരാളമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ ദാസൻ വളരെ ആഴമായിട്ട് അതേക്കുറിച്ച് സംസാരിച്ചല്ലോ. ദാവീദിൻ്റെ ബാല്യം ഒരിക്കലും സന്തോഷകരമായിരുന്നില്ല. ഭവനത്തിൽ തന്നെ അവൻ പരിഹസിക്കപ്പെടുകയും സ്വന്തം അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. പിന്നീട് നമുക്കറിയാം, ആ ജ്യേഷ്ഠന്മാർക്ക് ആഹാരം കൊണ്ട് പോയപ്പം പോലും അവർ പരിഹസിച്ചാണ് വിടുന്നത്. എന്തിനാടാ ഇവിടെ വന്നത്, പെട്ടെന്ന് വീട്ടിൽ പോയി ആടിനെ നോക്കടാ, ഈ സൈന്യത്തിൻ്റെ ഒക്കെ അടുത്ത് നിനക്കെന്താടാ കാര്യം എന്നൊക്കെ പറഞ്ഞ് യാതൊരു വിധത്തിലും ഒരു അനിയനോട് പെരുമാറുന്ന പോലെ സ്നേഹത്തോടു കൂടെ അല്ല അവർ പെരുമാറുന്നത്. എന്നാൽ ആ ശത്രുവിനെയൊക്കെ ആ ജയിക്കാനായിട്ട് യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ തന്നെ അത്രയും ഒരു രാജ്യത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ആ ശത്രുവിനെ ജയിക്കാനായിട്ട് ദൈവം സഹായിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതിസന്ധികളിലൊക്കെ നേരിടുമ്പോൾ നമ്മൾ വലിയ ആളുകളോ സൈന്യമോ വലിയ തയ്യാറെടുപ്പോ ഒന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല. നമുക്കറിയാം, അത്രയും വലിയൊരു അവാർഡൊക്കെയാണ് ലഭിച്ചത്. ഭാരതരത്നമോ വീരചക്രമോ ഒക്കെ ലഭിച്ചു. അപ്പോൾ ഇനിയിപ്പം ജീവിതകാലം മുഴുവൻ സന്തോഷമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ വീരചക്രം കൊടുത്ത ആൾ തന്നെ പിറ്റേ ആഴ്ച കൊല്ലാനായിട്ട് ശ്രമിക്കുക. ജീവിതകാലം മുഴുവൻ അദ്ദേഹം അവിടുത്തെ രാജാവ്, ഭരണകൂടം തന്നെ ദാവീദിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുക. പ്രിയമുള്ളവർ, ദാവീദ് തന്നെ ഒരിക്കൽ പറയുന്നുണ്ടോ, ഞാനിനി എന്നെങ്കിലും ഒരു ദിവസം ഈ ശൗലിൻ്റെ കൈകൊണ്ട് ഞാൻ ചാകുകയേ ഉള്ളൂ, എനിക്കിനി ഒരു ഗതിയൊന്നുമില്ല, ഇവൻ്റെ കൈകൊണ്ട് ഞാൻ ചാകത്തേ ഉള്ളൂ, അല്ലാതെ എന്ന് വരെ അദ്ദേഹം പറയേണ്ടതായ ഈ ദൈവം കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഈ സാഹചര്യങ്ങളിലൊക്കെ നിരാശപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. ചുറ്റുപാടുള്ള സാഹചര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നിരാശയുടെ വാക്കുകളാണ് പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. എന്തിനാണ് ദൈവം ഇങ്ങനൊരു സാഹചര്യം, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ കുടുംബത്തെ തന്നെ സാത്താൻ അങ്ങ് ഛിന്നഭിന്നമാക്കി കളഞ്ഞു.
ഭാര്യയും പിള്ളേരെയും എല്ലാം ശത്രുക്കൾ പിടിച്ചോണ്ട് പോവുക. അപ്പം കൂടെ ഉണ്ടായിരുന്നവരെന്തോ പറഞ്ഞേ, എന്നാൽ ഇനി ദാവീദിനെ നമുക്ക് അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം, ഇവൻ മുഖാന്തരമാണ് നമ്മുടെയും കുടുംബം പോയത്, ഇനി ഇവനെ വെച്ചേക്കണ്ട. ആ, ആ, നേതാവിന് അല്ല തൻ്റെ അനുയായികൾ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ് പറയുന്നത്, കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴും ദാവീദ് ചഞ്ചലിച്ചില്ല, ഒന്നിൻ്റെ പുറകെ ഓടിയില്ല, ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, എടാ സ്വന്തം ഭാര്യയും പിള്ളേരെയും പിടിച്ചോണ്ട് പോയാൽ അത് എടുക്കണോ വേണ്ടായോ എന്ന് ആരും ആലോചന ചോദിക്കുമോ? അങ്ങനെ ഒരു ആലോചന നമ്മൾ വിചാരിക്കും അത് ദൈവഹിതം അല്ലയോ, പിള്ളേരെ കണ്ടില്ലെങ്കിൽ പോയി എടുക്കുക എന്നുള്ള ദൈവഹിതമില്ല, അതിനെന്തോ ആലോചന ചോദിക്കാൻ. പക്ഷേ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ മുൻനിർത്തി ദൈവത്തോട് ആലോചന ചോദിച്ച് തനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വളരെ വലിയൊരു വിജയം അവിടെ ലഭിച്ചെന്നാണല്ലോ നമ്മൾ കേട്ടത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ചില സങ്കീർത്തനങ്ങളൊക്കെ എത്ര ശക്തമായിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. ദൈവത്തോടടുത്ത് ആ 139 സങ്കീർത്തനമൊക്കെ ദാവീദ് പറഞ്ഞത് എന്താണ്? ഞാൻ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്. മരുഭൂമിയുടെ വിജനതയിലേക്ക് ഞാൻ ഓടിപ്പോയാലും, ആഴിയുടെ അഗാധതയിലേക്ക് പോയാലും, എത്ര വലിയ ഗിരിശൃംഗത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് പോയാലും, നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എവിടേക്ക് എനിക്ക് പോകാൻ സാധിക്കും? എവിടെയും നിൻ്റെ സാന്നിധ്യമുണ്ട്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറയാണ്. എന്നാൽ വേറെ ചില സങ്കീർത്തനങ്ങൾ വായിച്ചാൽ ഒരു ഹതാശേൻ്റെ വിലാപമാണ്. എൻ്റെ ജീവൻ അങ്ങ് പോയാൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ദൈവമേ നീ എത്രത്തോളം അകന്നിരിക്കും, ശത്രുക്കൾ എന്നെ തകർക്കുക, എന്നെ രക്ഷിക്കാൻ ആരുമില്ലയോ എന്നൊക്കെ നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നമുക്കറിയാം ഏത് സാഹചര്യത്തിലും ദാവീദ്, നമ്മൾ വായിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്. എന്തെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുവെങ്കിലും അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ദാവീദ് പറഞ്ഞ പോലെ ഏത് സാഹചര്യത്തിലും, ഏത് വിജനതയിലാണെങ്കിലും, ആരും നമ്മോടൊപ്പം ഇല്ലെങ്കിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസമുള്ളവരായിട്ട് നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട്, വളരെ ബലത്തോടുകൂടെ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവ് ആവശ്യമായിട്ടുള്ള നന്മകളെല്ലാം നൽകട്ടെ. അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ തൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയറിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം, ആശംസകൾ നൽകുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.